Hello guys, welcome to Answers Views. ഇന്ന് നമ്മളിവിടെ Poco M2 അതുപോലെ തന്നെ Realme Narzo 20 ഈ രണ്ട് ഫോണും തമ്മിലുള്ള ഫുൾ കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ഏതായിരുന്നാലും നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫുൾ ക്യാമറ കമ്പാരിസൺ അതുപോലെ തന്നെ ഫുൾ പെർഫോമൻസ് ടെസ്റ്റ് ഈ രണ്ട് ഫോണും തമ്മിലുള്ളത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ കമ്പാരിസൺ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ റിയൽമി നാർസോ 20 അതുപോലെ തന്നെ പോക്കോ M2 ഇതിൽ നമുക്ക് ഈ രണ്ട് ഫോണും ഡിസൈൻ അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ബിൽഡ് ക്വാളിറ്റി പറയുമ്പോൾ ബാക്കിൽ രണ്ട് ഫോണും പ്ലാസ്റ്റിക്കാണ്, ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനോട് കൂടിയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. ക്യാമറ ആ ഒരു മൊഡ്യൂളിൻ്റെ ഡിസൈന് അതിലാണ് കാര്യമായിട്ട് മാറ്റമുള്ളത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നോച്ചുള്ള, അതായത് ടിയർ ഡ്രോപ്പ് നോച്ചുള്ള ടൈപ്പുള്ള ആ ഒരു രീതിയിലേക്കാണ് ഡിസൈന്. പിന്നെ ഫോണിൻ്റെ കട്ടി വരുമ്പോൾ നമുക്ക് റിയൽമി നാർസോ 20 കുറച്ചുകൂടി കട്ടി കൂടിയൊരു ഫോണാണ്. അതിന് തീർച്ചയായിട്ടും 6000 mAh ബാറ്ററി വരുന്നുണ്ട്. കുറച്ചുകൂടി വലിയൊരു ബാറ്ററിയാണ് വരുന്നത്, അതുകൊണ്ടായിരിക്കാം ആ ഒരു കട്ടി ഫോണിന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീതിയെക്കുറിച്ച് പറയുമ്പോൾ പോക്കോ M2ലാണ് കുറച്ചുകൂടി വീതി കൂടുതൽ. പക്ഷേ നീളത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് റിയൽമി നാർസോ 20ലാണ് കുറച്ച് നീളം കൂടുതലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഏതാണ് പിടിക്കാൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഡൗട്ട് ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് പോക്കോ M2 ആണ്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ സൈഡൊക്കെ കുറച്ച് കെർവി ഡിസൈനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് പിടിക്കാൻ കുറച്ചുകൂടി ഒരു നല്ല ഫീല് തരുന്നുണ്ട്. അത് മാത്രമല്ല, ബാക്കിൽ നമ്മൾ പറഞ്ഞു രണ്ട് ഫോണും പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഈ പോക്കോ M2ൽ വരുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ പോലത്തെ ഒരു പ്ലാസ്റ്റിക് ആണ്. ഓൾമോസ്റ്റ് ഒരു റബ്ബറിഷ് ഫീൽ ഉണ്ട്, പക്ഷേ റബ്ബർ അങ്ങനത്തെ കോട്ടിംഗ് ഒന്നും അതിലില്ല. ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഫോണിലും കൈ പിടിക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും പോക്കോ M2 ആണ്. എന്ന് വെച്ച് നമുക്ക് റിയൽമി നാർസോ 20 ബിൽഡ് ക്വാളിറ്റിയിൽ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഇൻഹാൻഡ് ഫീൽ മാത്രമാണ് കുറച്ച് ബെറ്റർ ആയിട്ട് പോക്കോ M2 തോന്നുന്നുണ്ട്. ഇതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് ചർച്ച ചെയ്യാം. ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം പോക്കോ M2ൽ ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ റിയൽമി നാർസോ 20ൽ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് റിയൽ വേൾഡിൽ അത്രത്തോളം ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം വെച്ചാൽ റിയൽ വേൾഡിൽ നമ്മൾ ഈ രണ്ട് ഫോണും ഒരുമിച്ചല്ല ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് സെപ്പറേറ്റ് ഇട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇതിൻ്റെ പിക്സൽസ് കാണുക അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. ഏകദേശം 270-300 അടുത്തായിട്ടുള്ള ഒരു പിക്സൽ ഡെൻസിറ്റി ഈ റിയൽമി നാർസോ 20ലുണ്ട്. HD+ റെസൊല്യൂഷൻ ആണ് എന്നിരുന്നാൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പിക്സലൊന്നും എൻ്റെ കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ല. അത്ര ഒരു ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് രണ്ട് ഫോണും ഒരുമിച്ച് വെച്ചിട്ട് അതിൽ രണ്ട് ഫോണിലും ഫുൾ HD+ റെസൊല്യൂഷനുള്ള വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ അതിൻ്റെ ഒരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് മനസ്സിലാവുമോ എന്നറിയില്ല. തീർച്ചയായിട്ടും നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചുകൂടി ഒരു ഷാർപ്പ്നെസ് ഉള്ളത് ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് എന്നുള്ളൊരു തോന്നൽ വരും. അത് വലിയൊരു രീതിയിലുള്ള മാറ്റമൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പിക്ചർ കാണുമ്പോഴും ചെറുതായിട്ട് ഒരു മാറ്റം മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ചെറുതായിട്ടുള്ള ടെക്സ്റ്റ്, ചെറുതായിട്ടുള്ള പിക്ചർ, ചെറുതായിട്ട് ഷാർപ്പായിട്ടുള്ള പിക്ചറൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഫുൾ HD+ റെസൊല്യൂഷനിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് റിയൽ വേൾഡിൽ അതൊരു വലിയൊരു ഇഷ്യൂ അല്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്കറിയാം ഫുൾ HD+ റെസൊല്യൂഷനാണ് നല്ലത്. അതിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് കോസ്റ്റ് കൂടിയ ഒരു മെറ്റീരിയലാണ്, ഒരു ഡിസ്പ്ലേ ആണ് പോക്കോ M2ൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ അതൊരു റിയൽമി നാർസോ 20യുടെ ഒരു പോരായ്മ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം ഇതിൻ്റെ ആ ഡിസ്പ്ലേയും നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തോന്നുന്നത് നാർസോ 20ലെ ഡിസ്പ്ലേ ആണ് എന്നും എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ രണ്ട് ഫോണും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഫൈനലായിട്ട് ഈ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയാനുള്ളത്, നിങ്ങൾ ഡിസ്പ്ലേ അത്രയും ശ്രദ്ധിച്ച് നോക്കുന്ന ഒരു വ്യക്തിയാണ്, അതിൽ ഓരോ പിക്സൽസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അങ്ങനെ അത്രയും ശ്രദ്ധിച്ച് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഫുൾ HD+ റെസൊല്യൂഷൻ കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും. അതല്ല, നിങ്ങൾ നോർമലി ഒരു ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് നോക്കുന്നു, അതിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് കാണുന്ന അല്ലെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ കാണുന്ന അങ്ങനത്തെ ഒരു നോർമൽ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാർസോ 20 HD+ റെസൊല്യൂഷനിലെ ഡിസ്പ്ലേ ഉപയോഗിക്കുമ്പോഴും ഇഷ്യൂ ആയിട്ടൊന്നും തോന്നില്ല തീർച്ചയായിട്ടും.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്പ്ലേയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം. സോഫ്റ്റ്വെയർ നമ്മൾ പറയുമ്പോൾ റിയൽമി നാർസോ 20ൽ റിയൽമി UI വേർഷൻ 1 ആണ് വരുന്നത്. നമുക്ക് പോക്കോ M2ൽ MIUI 11 ആണ്. അതിന് മുകളിലായിട്ട് നമുക്ക് പോക്കോ ലോഞ്ചർ എന്നുള്ള അതിൻ്റെ വേർഷൻ 2 അതിന് മുകളിലായിട്ട് വരുന്നുണ്ട്. ആ രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആൻഡ്രോയിഡ് 10 ആണ് രണ്ട് ഫോണിലും വരുന്നത്. അപ്പോൾ എൻ്റയർലി യൂസർ ഇൻ്റർഫേസ് മാറ്റമുണ്ട്. പക്ഷേ നമുക്കൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും രണ്ട് യൂസർ ഇൻ്റർഫേസിൽ അവൈലബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് എന്നുള്ള ഫീച്ചർ റിയൽമി നാർസോ 20ലില്ല. പക്ഷേ നമുക്ക് ഈ MIUI 11 ബേസ്ഡ് ആയിട്ടുള്ള പോക്കോ M2ൽ അത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും MIUI 12ലേക്ക് വരുമ്പോൾ അത് വരുന്നില്ല എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. റിയൽമി നാർസോ 20ൽ നമുക്ക് ഓരോ കോൾ റെക്കോർഡിംഗ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന അപ്പുറത്തുള്ള വ്യക്തിക്ക് യുവർ കോൾ ഈസ് റെക്കോർഡിംഗ് എന്നുള്ള രീതിയിൽ ഒരു വോയിസ് ആദ്യം വന്നിട്ടാണ് കോൾ റെക്കോർഡിംഗ് തുടങ്ങുക. അപ്പോൾ അതൊക്കെ കുറച്ച് അനോയിങ് കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ നാറ്റീവ് ആയിട്ടുള്ള ഡയലിംഗ് ആപ്ലിക്കേഷനാണ് ഈ റിയൽമി UIയിൽ യൂസ് ചെയ്യുന്നത്. MIUI 12ലും അത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ അവൈലബിൾ അല്ലാത്തത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ സാഹചര്യം എടുക്കുമ്പോൾ കോൾ റെക്കോർഡിംഗ് ഫീച്ചറൊന്നും ഡിസേബിൾ ചെയ്യുക അല്ലെങ്കിൽ സെക്യൂരിറ്റി പരമായിട്ട് നിരോധിച്ച സംഭവമൊന്നുമല്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ ഒരു നല്ലൊരു ഫീച്ചർ, നല്ല ഉപകാരപ്പെടുന്നൊരു ഫീച്ചർ തീർച്ചയായിട്ടും ഈ കമ്പനികൾ കൊണ്ടുവരേണ്ടതാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ അപ്ഡേറ്റിലൂടെയൊക്കെ നമുക്ക് ഈ ഓട്ടോ കോൾ റെക്കോർഡിംഗ് റിയൽമിയും അതേപോലെ തന്നെ ഇനിയിപ്പോൾ MIUI 12ൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് റെഡ്മിയും അല്ലെങ്കിൽ ഷോമിയും അല്ലെങ്കിൽ പോക്കോയും കൊണ്ടുവരട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ രണ്ട് ഫോണിലും അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്യൂസ് അങ്ങനെ ഒരു ലാഗോ കാര്യങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. പിന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യമാണ്. രണ്ട് ഫോണിലും അത്ര അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഞാൻ കണ്ടില്ല. റെക്കമെൻഡേഷൻ എന്നുള്ള ഫീച്ചർ ഓഫ് ചെയ്താൽ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇപ്പോൾ വരുന്നില്ല എന്ന് തോന്നുന്നു. ഭാവിയിൽ അവർക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ, എന്താ അറിയില്ല. എന്തായിരുന്നാലും ഈ ഒരു ഏകദേശം 10 ദിവസത്തിന് മുകളിൽ രണ്ട് ഫോൺ ഞാൻ ഉപയോഗിച്ചു. ആ ഒരു ഉപയോഗത്തിൽ എനിക്ക് കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്, അവരുടെ തന്നെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്താൽ അത് ഓഫ് ആവുകയും ചെയ്യും. അതല്ലാതെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും വന്നത് ശ്രദ്ധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അഡ്വർടൈസ്മെൻ്റ് ഒന്നും വരാത്ത രീതിയിലാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പ്രൊസസ്സറിനെ കുറിച്ച് ചർച്ച ചെയ്യാം. റിയൽമി നാർസോ 20ൽ G85 എന്നുള്ള പ്രൊസസ്സറാണ്, പോക്കോ M2ൽ G80 എന്നുള്ള പ്രൊസസ്സറാണ്. ഇത് രണ്ടും തമ്മിൽ കാര്യമായിട്ടൊരു മാറ്റമില്ല. എന്നിരുന്നാൽ പോലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള G85 എന്നുള്ള റിയൽമി നാർസോ 20ലെ പ്രൊസസ്സറാണ്. കുറച്ചൊരു ഗ്രാഫിക്സിലൊരു ചെറുതായിട്ടുള്ളൊരു ബൂസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ വലിയൊരു മാറ്റമൊന്നുമില്ല. അതും ഒരു 50 മെഗാഹെർട്സിൻ്റെ ഒരു ചെറിയൊരു മാറ്റമാണ് ഉള്ളത്. അതൊന്നും വലിയൊരു രീതിയിൽ നമുക്ക് ഡേ ടു ഡേ ടാസ്കുകൾ ചെയ്യാനും അല്ലെങ്കിൽ റിയൽ വേൾഡിലൊന്നും വലിയൊരു പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഓൾമോസ്റ്റ് സെയിം എന്ന് പറയാം. എന്നിരുന്നാൽ പോലും G85 ആണ് പുതിയത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ള ഒപ്റ്റിമൈസേഷനൊക്കെ അതിലുണ്ടായിരിക്കാം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ് ഒരു പ്രൊസസ്സറിൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു പെർഫോമൻസ് ടെസ്റ്റ് വീഡിയോ. അപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ളൊരു മുൻതൂക്കം G80 ഉപയോഗിക്കുന്ന പോക്കോ M2നാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ റിയൽമി നാർസോ 20ൽ ഞാൻ വാങ്ങിയതിന് ശേഷം ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. അപ്ഡേറ്റൊക്കെ വന്ന് കുറച്ച് ഒപ്റ്റിമൈസേഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് രണ്ട് ഫോണും പെർഫോമൻസിൽ ഒരേപോലെ പെർഫോം ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഗെയിമിങ്ങിൽ ഈ രണ്ട് ഫോണിലും ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി ബാറ്റിൽ റോയലെ മോഡൽ, അതേപോലെ തന്നെ PES 2020 PES 2021 പോക്കോ M2ൽ ട്രൈ ചെയ്തു. ഇതിലൊന്നും എനിക്ക് അത്ര ഒരു ഇഷ്യൂ ആയിട്ടുള്ള ഗെയിം കളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇഷ്യൂ ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. രണ്ട് ഫോണിലും നമുക്കൊരു ഏകദേശം ഒരു 40 ഫ്രെയിം പെർ സെക്കൻഡിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഫ്രെയിം ഡ്രോപ്പ് ചെയ്ത് ഒരു 30 ആ ഒരു റേഞ്ചിലൊക്കെ ഫ്രെയിം ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ വലിയൊരു ഇഷ്യൂ ഒന്നുമില്ല. ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റിയ രീതിയിലാണ് എനിക്ക് പ്രൊസസ്സറിൻ്റെ അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് ഫോണിലും പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ചെറുതായിട്ട് കുറച്ചൊരു ഹീറ്റ് കൂടുതൽ, നമ്മൾ ഹെവി ആയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു ഹീറ്റ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് പോക്കോ M2ലാണ് കമ്പയർഡ് ടു റിയൽമി നാർസോ 20.
അപ്പോൾ അതെന്തുകൊണ്ടോയെന്ന് അറിയില്ല, ചിലപ്പോൾ G85 എന്നുള്ളത് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒപ്റ്റിമൈസേഷൻ നടന്നിട്ടുണ്ടായിരിക്കാം, എന്തോ അറിയില്ല. ഏതായിരുന്നാലും ഇത് വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് എന്നല്ല പറയുന്നത്, കമ്പാരിറ്റീവ്ലി ആണ് പറയുന്നത്. രണ്ട് ഫോണിലും ഹീറ്റിംഗ് കുറഞ്ഞൊരു രീതിയിലുള്ള പ്രൊസസ്സറാണ്. നോർമൽ രീതിയിൽ നമുക്ക് ഒരു ഹീറ്റിങ്ങും ഇല്ല, നല്ല കൂളായിട്ടുള്ള പ്രൊസസ്സറാണ്. ഹെവി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ടിലും കുറച്ച് ഹീറ്റ് കൂടുതലായിട്ട് വരുന്നുണ്ട് എന്ന് മാത്രം. അത് കുറച്ച് കൂടുതലുള്ളത് പോക്കോ M2ലാണ്, ഇത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രൊസസ്സറിൻ്റെ കാര്യത്തിൽ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് സെയിം എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ റാം, മെമ്മറി ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് റിയൽമി നാർസോ 20ൽ 4GB റാം വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുക. ഇന്റേണൽ മെമ്മറിയിലേക്ക് വരുമ്പോൾ 64GB അതേപോലെ തന്നെ 128GB ഈ രണ്ട് വേരിയൻറ്റിലും അവൈലബിൾ ആണ്. പോക്കോ M2ലേക്ക് വരുമ്പോൾ നമുക്ക് 6GB റാം മാത്രമാണ് അവൈലബിൾ ആയിരിക്കുക. അതിൻ്റെ കുറഞ്ഞൊരു വേരിയൻ്റ് ആണ് റെഡ്മി 9 പ്രൈം എന്നുള്ള ഫോണ്. അതിൽ നമുക്ക് 4GB റാമാണ് വരുന്നത്. അപ്പോൾ പോക്കോ M2ലേക്ക് വരുമ്പോൾ ഇന്റേണൽ മെമ്മറി നമുക്ക് 64GB 128 ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 2GB റാമിൻ്റെ ഒരു കൂടുതൽ വരുന്നുണ്ട് പോക്കോ M2ൽ. പക്ഷേ നമുക്ക് ഈ ഒരു ഫോൺ വെച്ചിട്ടുള്ള ഉപയോഗം വെച്ച് നോക്കുമ്പോൾ 4GB റാം തന്നെ ധാരാളമാണ്. അത്രയ്ക്ക് ഒരു യൂസേജ് ഈ ഫോൺ കൊണ്ട് നടക്കുകയുള്ളൂ. അപ്പോൾ റാം കൂടുതലാണ് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തപ്പോൾ റാം മാനേജ്മെൻറ്റ് കാര്യത്തിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് അനുഭവപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഫോണിലും ട്രിപ്പിൾ സ്ലോട്ടാണ്. അത് അറ്റ് എ ടൈമിൽ നമുക്ക് രണ്ട് സിമ്മും മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല എന്ന് നമുക്ക് ഇവിടെയും പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് മെയിൻ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ക്യാമറയിലേക്ക് വരാം. ക്യാമറ ടെസ്റ്റ് നമ്മൾ ഓൾറെഡി ഫുൾ കമ്പയർ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഫോണും തമ്മിൽ. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് പോകാനുള്ള ലിങ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ ഓവറോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മെയിൻ ക്യാമറ, അതായത് ഫ്രണ്ടിലെ ക്യാമറ ആയാലും ബാക്കിലെ മെയിൻ ക്യാമറ ആയാലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് റിയൽമി നാർസോ 20 ആണ്. അൾട്രാ വൈഡ് ആംഗിൾ അതേപോലെ തന്നെ മാക്രോ ക്യാമറയിലേക്ക് വരുമ്പോൾ കുറച്ചൊരു യൂസബിൾ ആയിട്ടുള്ള പിക്ചർ ആയിട്ട് തോന്നുന്നത് പോക്കോ M2ലാണ്. വലിയൊരു മാറ്റമൊന്നുമില്ല, ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഫോണിലും സ്റ്റെബിലൈസേഷൻ അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് മൈക്ക് ക്വാളിറ്റി, അതായത് ഓഡിയോ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കേൾക്കുന്നത് റിയൽമി നാർസോ 20ലാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് ക്യാമറയിൽ നമുക്ക് റിയൽമി നാർസോ 20 ആണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോൺ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഫോൺ തമ്മിലുള്ള ബാറ്ററി കമ്പാരിസണിലേക്ക് വരാം. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ റിയൽമി നാർസോ 20ൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. പോക്കോ M2ൽ നമുക്ക് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിയൽമി നാർസോ 20 കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം, കാരണം ഓൾമോസ്റ്റ് സെയിം പ്രൊസസ്സറാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ സൈസും ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരണം, അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ ഒരു ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു സംഭവം റെക്കോർഡ് ചെയ്തിരുന്നു. അതായത് രണ്ട് ഫോണിലും ഏകദേശം 30-35 മിനിറ്റ് ഞാൻ ഗെയിം കളിച്ചു. ഇതിൽ 25 മിനിറ്റ് കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു. അതുപോലെ തന്നെ 10 മിനിറ്റ് പെസ് 2020 കളിച്ചു. പക്ഷേ പോക്കോ M2ൽ ഞാൻ 2021 ആണ് കളിച്ചത്. ഏതായിരുന്നാലും ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ റിയൽമി നാർസോ 20ൽ ഗെയിമിംഗ് തുടങ്ങിയത് 96% ആയപ്പോഴാണ്. അവസാനിക്കുന്നത് ഈ 35 മിനിറ്റ് ആയപ്പോൾ ഏകദേശം 90%, അതായത് 6% ബാറ്ററി കുറഞ്ഞു. പോക്കോ M2ലേക്ക് വരുമ്പോൾ 93% തൊട്ടാണ് ഗെയിമിംഗ് തുടങ്ങിയത്. 35 മിനിറ്റ് കഴിഞ്ഞ് ഗെയിമിംഗ് അവസാനിക്കുമ്പോൾ ഏകദേശം 83%, അതായത് 10% ബാറ്ററി കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഹെവി ആയിട്ട് ഗെയിം കളിക്കുമ്പോൾ പോലും റിയൽമി നാർസോ 20ൽ ഏകദേശം ഒരു 6% വെച്ച് അരമണിക്കൂർ ആ ഒരു റേഞ്ചിൽ കൂട്ടാണ്. ഞാൻ ഈ രണ്ട് ഫോണിലും വൈഫൈ മുഖേന കണക്ട് ചെയ്തിട്ടാണ് ഗെയിം കളിച്ചത്. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ നമ്മൾ സെല്ലുലാർ കണക്ഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി അധികം ബാറ്ററി ചിലവാകും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 8 hours ആ ഒരു റേഞ്ചിൽ നമുക്ക് റിയൽമി നാർസോ 20ൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഹെവി ഗെയിം കളിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. നേരെ മറിച്ച് പോക്കോ M2ലേക്ക് വരുമ്പോൾ നമുക്കൊരു 6 hours ആ ഒരു റേഞ്ചിൽ ഹെവി ആയിട്ട് ഗെയിം കളിക്കുമ്പോൾ അത്രയും തുടർച്ചയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. പോക്കോ M2 നോർമലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 1.5 ദിവസം തീർച്ചയായിട്ടും കിട്ടും. ഇനി അതല്ല നിങ്ങൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നിരുന്നാൽ പോലും ആ ഒരു ലാസ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ഡേയും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പോക്കോ M2ലെ ബാറ്ററി ലൈഫിനെ കുറിച്ച് സിമ്പിളായിട്ട് പറഞ്ഞാൽ. റിയൽമി നാർസോ 20ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ബാറ്ററി ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നേരെ തിരിച്ചാണ് വരുന്നത്. അതായത് നമുക്ക് റിയൽമി നാർസോ 20നോട് കൂടെ 18 വാട്ട് ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ചാർജ് ചെയ്തു, ഫസ്റ്റ് ടൈം ചാർജ് ചെയ്തപ്പോൾ ഏകദേശം 9% ആ ഒരു റേഞ്ച് മുതൽ 100% വരെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏകദേശം 3.5 മണിക്കൂർ ആ ഒരു ടൈം എടുത്തു.
ഇനി നോർമലായിട്ട് അതായത് 20% റേഞ്ചിലൊക്കെ ചാർജ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഏകദേശം 3 മണിക്കൂറിൽ കൂടുതൽ ആ ഒരു 3 മണിക്കൂർ റേഞ്ചിൽ ടൈം എടുക്കുന്നുണ്ട് നാർസോ 20 18 വാട്ട് ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് പോക്കോ M2ലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ്, ഏകദേശം 1000 mAhൻ്റെ കുറവാണ് വരുന്നത്. പക്ഷേ ഇതിനോട് കൂടെ ഈ പോക്കോ M2നോട് കൂടെ നമുക്ക് 10 വാട്ട് ചാർജറാണ് വരുന്നത്. ഞാൻ അത് വെച്ച് ചാർജ് ചെയ്തു. ഏകദേശം 20% റേഞ്ചിൽ തന്നെയാണ് ചാർജ് ചെയ്ത് ഏകദേശം 2.25 മണിക്കൂറായപ്പോൾ ഫുൾ ചാർജായി ഈ 10 വാട്ട് ചാർജർ ഉപയോഗിച്ച്. ഞാൻ റിയൽമി നാർസോ 20 18 വാട്ട് ഫാസ്റ്റ് ചാർജർ പോക്കോ M2 യൂസ് ചെയ്തു. ഏകദേശം കോൺഫിഗറേഷൻ സെയിം ആണ്. 9 വോൾട്ട് 2 ആംപിയർ റേഞ്ചിലാണ് രണ്ട് ഫോണും 18 വാട്ട് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ റിയൽമി നാർസോ 20 18 വാട്ട് ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട് ഞാൻ പോക്കോ M2 ചാർജ് ചെയ്തു. 20% റേഞ്ച് മുതലാണ് ചാർജ് ചെയ്തത്. അപ്പോഴും എനിക്ക് 2 hour 15 minute അതായത് 2.25 മണിക്കൂർ ടൈമാണ് അപ്പോഴും കിട്ടുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഈ റിയൽമി നാർസോ 20 കൂടെ കൊടുക്കുന്ന 18 വാട്ട് ഫാസ്റ്റ് ചാർജർ കറക്റ്റ് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലേ എന്നാണ് ഇപ്പോൾ എൻ്റെ ഡൗട്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട് ഈ ഒരു ചാർജിങ് ടൈമിനെ കുറിച്ച്. അതായത് 3 മണിക്കൂർ കൂടുതൽ ചാർജ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ഹെവി കാര്യമാണ്. തീർച്ചയായിട്ടും റിയൽമി ഈ ഒരു കാര്യത്തിലൊരു എക്സ്പ്ലനേഷൻ വരും എന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ റെസ്ട്രിക്ഷനോ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരതൊക്കെ ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വരും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ചാർജിങ് ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും പോക്കോ M2നാണ് പ്ലസ് പോയിന്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇനി ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം. അതായത് ഫിംഗർ പ്രിൻറ്റ് സെൻസറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ രണ്ട് ഫോണും വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് ബെറ്ററായിട്ട് സ്ലൈറ്റ്ലി ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് പോക്കോ M2 ആണ്. പക്ഷേ നമുക്ക് ഫേസ് അൺലോക്കിങ്ങിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ് കുറച്ച് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് നാർസോ 20 ആണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമുക്ക് പോക്കോ M2 സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് അവൈലബിൾ ആണ്. റിയൽമി നാർസോ 20 അതില്ല. അതൊരു പോരായ്മ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ IR ബ്ലാസ്റ്റർ സെൻസറും നമുക്ക് പോക്കോ M2 എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ ഒരു റിമോട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് നാർസോ 20 464 വേരിയൻറ്റിന് 10,500 വരുന്നത്. 11,500 കൊടുത്താൽ നമുക്ക് അതിൻ്റെ 4128 വേരിയൻറ്റ് കിട്ടും. നേരെ മറിച്ച് നമ്മൾ പോക്കോ M2ലേക്ക് വരുമ്പോൾ 664 11,000 രൂപ, 12,500 കൊടുത്താൽ നമുക്ക് 6128 വേരിയൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും ഓവറോൾ കമ്പാരിസൺ മൊത്തം നമ്മൾ ചെയ്തു. കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ പോക്കോ M2ൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻ ഹാൻഡ് ഫീല് കുറച്ചുകൂടി ബെറ്ററാണ്. പിടിക്കാൻ നല്ല സുഖമാണ്, കുറച്ച് പ്രീമിയം ഫീൽ ചെയ്യും എന്നുള്ളത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, അതേപോലെ തന്നെ IR ബ്ലാസ്റ്റർ സെൻസർ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ റിയൽമി നാർസോ 20ലേക്ക് വരുമ്പോൾ നല്ല ബെറ്റർ ക്യാമറ വരുന്നു എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫ് തരുന്നു എന്നുള്ളതും നമുക്കൊരു പ്രധാനമായിട്ട് പറയാൻ സാധിക്കും. ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഇതിലേത് സെലക്ട് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റിയൽമി നാർസോ 20ലേക്ക് കണ്ണും പൂട്ടി പോകുമായിരുന്നു. പക്ഷേ ഈ ഒരു ചാർജിങ് ടൈമിൽ കുറച്ചൊരു ബാക്കിലോട്ട് പോയത് കാരണം കൊണ്ട് യൂസബിൾ ആയിട്ടുള്ള ക്യാമറ കാര്യത്തിലും ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലും കുറച്ച് ബെറ്റർ ആയത് നാർസോ 20 ആണ്. അതുകൊണ്ട് നാർസോ 20 എടുക്കാം എന്നുള്ള രീതിയിലേക്ക് നാർസോ 20ലേക്ക് ഞാൻ പോകുന്നു. ഇനി നിങ്ങൾ നല്ല പിക്സൽ ഡെൻസിറ്റി ഒക്കെ നോക്കിയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആഗ്രഹിക്കുന്നു, അതേപോലെ തന്നെ IR ബ്ലാസ്റ്റർ സെൻസർ, സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, ഇങ്ങനത്തെ പോക്കോ M2ൻ്റെ ആ ഒരു മെച്ചാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോക്കോ M2ലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഫോണിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ചാനലിന് ചെറിയ രീതിയിലുള്ളൊരു സഹായമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ആൻസേഴ്സ് വീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.